എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണിയിലെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതുവരെയുള്ള വീഡിയോ ക്ലാസ്സുകളിൽ നിന്ന് +1 ബോട്ടണിയിലെ 8 ചാപ്റ്ററുകൾ നിങ്ങൾ പരിചയപ്പെടുകയുണ്ടായി. ഈ വീഡിയോ ക്ലാസ്സുകൾ കാണാത്തവർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു മെഗാ വീഡിയോ ഇതിനോടകം ചെയ്തിരുന്നു. ആ മെഗാ വീഡിയോയുടെയും ലിങ്ക് ഇതിന് താഴെ കൊടുത്തിരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. Where does photosynthesis takes place? How many types of pigments are in photosynthesis? What is light reaction? The electron transport, splitting of water, cyclic and non-cyclic photophosphorylation, chemi-osmotic hypothesis, the primary acceptor of carbon dioxide, Calvin cycle തുടങ്ങിയവയാണ് ഫോക്കസ് ഏരിയ നിന്നുള്ള ഭാഗങ്ങൾ. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന എവിടെയെന്ന് അറിയാമോ? ഗ്രാനയും സ്ട്രോമയും ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഗ്രാനയിലും സ്ട്രോമയിലും നടക്കുന്ന ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ്റെയും ഭാഗമായാണ് പ്രകാശ സംശ്ലേഷണം പൂർത്തിയാവുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ആവുന്നത്. വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്? ഇലകളിലെ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ഗ്രാനയും സ്ട്രോമ ലെമല്ലയും അതുപോലെ ഫ്ലൂയിഡ് സ്ട്രോമയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാനയിലും അതുപോലെ തന്നെ സ്ട്രോമ ലെമലയിലും വെച്ച് ലൈറ്റ് റിയാക്ഷൻ പൂർത്തിയാവുന്നു. സ്ട്രോമയിലെ ഡാർക്ക് റിയാക്ഷനുമാണ് നടക്കുന്നത്. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. എനർജി പ്രൊഡക്ഷൻ സൈറ്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഇവിടെ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ATPയും NADPHുമാണ്. ദ എനർജി റിച്ച് മോളിക്യൂൾസ് ലൈക്ക് ATP ആൻഡ് NADPH ആർ സിന്തസൈസ്ഡ് ഇൻ ഗ്രാന ആൻഡ് സ്ട്രോമ ലെമല്ല ബൈ ലൈറ്റ് റിയാക്ഷൻസ്. ഇനി മറ്റൊരു കാര്യം, ഗ്ലൂക്കോസ് ക്ലോറോപ്ലാസ്റ്റിൽ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻ സ്ട്രോമ ബൈ ഡാർക്ക് റിയാക്ഷൻ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ലീഡിംഗ് ടു ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് വിച്ച് ഇൻ ടേൺ ഫോംസ് സ്റ്റാർച്ച്. അതായത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ്റെ ഭാഗമായിട്ട് സ്ട്രോമയിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് പിന്നീട് സ്റ്റാർച്ച് ആയി സ്റ്റോർ ചെയ്യുകയാണ്. ഇവിടെ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്രാന കുറേ തൈലാക്കോയിഡ് യൂണിറ്റുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി അറേഞ്ച് ചെയ്ത് അതിനെ ഒരു യൂണിറ്റായി കണക്കാക്കുന്നു. ഗ്രാന എന്ന് പറയും. അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. മറ്റൊന്നാണ് ഗ്രാനയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫ്രറ്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ട്രോമ ലെമല്ല. ഈ ഗ്രാന കിടക്കുന്ന ഒരു ഏരിയ, ഫ്ലൂയിഡ് പാർട്ടിനെ സ്ട്രോമ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഇതിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാം, അതുപോലെ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് കാണാം. ഇങ്ങനെയുള്ള ഒരു ഘടന പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തുക്കൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൗ മെനി പിഗ്മെന്റ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഒരു ക്രോമറ്റോഗ്രാഫിക് സെപ്പറേഷനിൽ, പേപ്പർ ക്രോമറ്റോഗ്രാഫിയിൽ ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ് ആ ക്രോമറ്റോഗ്രാഫിക് എക്സ്പെരിമെന്റിൽ കാണാനായി കഴിയുന്നത്? പ്രധാനമായിട്ടും ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിനോയിഡ്സ്. ഇവിടെ ക്ലോറോഫിൽ എ ബ്ലൂ ഗ്രീൻ കളറായിട്ട് കാണുകയാണ്. ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ, സാന്തോഫിൽ യെല്ലോ, കരോട്ടിനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. അപ്പോൾ ഈ പിഗ്മെന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യത്തേതിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ, ബി ആൻഡ് ദി കരോട്ടിനോയിഡ്സ്. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓരോന്നിൻ്റെയും പീക്ക് എവിടെയാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാണുക. രണ്ടാമത്തെ ഡയഗ്രാം, ഗ്രാഫ് ഷോവിങ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്. ഏതൊക്കെ വേവ് ലെങ്ത്തിലാണ് പീക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിയുന്നത്,
അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഏത് വേവ് ലെങ്ത്തിലാണ്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് വേവ് ലെങ്ത്തിലാണ് എന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. മൂന്നാമത്തെ ഗ്രാഫ് ഷോവിങ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ. അതിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെയാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് വലിച്ചെടുക്കുന്നത്? അതായത് ക്ലോറോഫിൽ മോളിക്യൂൾസും കരോട്ടിനോയിഡ്സും ഏതൊക്കെ വേവ് ലെങ്ത്തിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ പിഗ്മെന്റ്സ്. ബ്ലൂ റെഡ് റീജിയനെ വലിച്ചെടുക്കുന്ന ക്ലോറോഫിൽ പിഗ്മെന്റ്സ് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ റീജിയനെ വലിച്ചെടുക്കുന്ന കരോട്ടിനോയിഡും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ക്ലോറോഫിൽ പിഗ്മെന്റ്സും കരോട്ടിനോയിഡ് പിഗ്മെന്റ്സും അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് ഏതാണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ലോറോഫിലൈസ് ദ മേജർ പിഗ്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ലൈറ്റ്. അതർ തൈലാക്കോയിഡ് പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ ബി, സാന്തോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് വിച്ച് ആർ ദി ആക്സസറി പിഗ്മെന്റ്സ്. അതായത് ക്ലോറോഫിൽ എ എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൂടാതെ മറ്റുള്ള പിഗ്മെന്റ്സ് എല്ലാം ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം പിഗ്മെന്റ്സ് ലൈറ്റ് അബ്സോർബ് ചെയ്യുകയും അങ്ങനെ ക്ലോറോഫിൽ എ മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യുകയുമാണ്. ഇത്തരം പിഗ്മെന്റ്സിന് മറ്റൊരു പ്രധാനപ്പെട്ട റോളും കൂടിയുണ്ട്. ക്ലോറോഫിൽ എ മോളിക്യൂൾസിനെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഇതിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. ക്ലോറോഫിൽ എ മോളിക്യൂൾസിനെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ലൈറ്റ് റിയാക്ഷൻ? പ്രധാനമായിട്ടും ഗ്രാനയിൽ നടക്കുന്ന റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഫോട്ടോ കെമിക്കൽ ഫേസ് എന്നും പറയാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലൈറ്റ് റിയാക്ഷനിൽ കാണുന്നത്? ലൈറ്റ് അബ്സോർപ്ഷൻ, വാട്ടർ സ്പ്ലിറ്റിംഗ്, ഓക്സിജൻ റിലീസ്, ഫോർമേഷൻ ഓഫ് ഹൈ എനർജി റിച്ച് മോളിക്യൂൾസ് ATP ആൻഡ് NADPH. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ കെമിക്കൽ ഫേസിൽ നടക്കുന്നതായി കാണുന്നത്. ദ പിഗ്മെന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ്. ഈ പിഗ്മെന്റുകൾ ക്ലോറോഫിലായും അതുപോലെ തന്നെ ആക്സസറി പിഗ്മെന്റ്സും എല്ലാം ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ LHCയിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോട്ടോ സിസ്റ്റംസ്? PS1 ആൻഡ് PS2. PS1 P700 എന്നറിയപ്പെടും, PS2 P680 എന്നറിയപ്പെടും. Each photosystem has single chlorophyll A molecule forms a reaction center. All the pigments except chlorophyll A forming a light harvesting system, also called antenna. അതായത് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ സെന്റർ ആണ്. മിക്കവാറും ഏറ്റവും കൂടുതൽ ലൈറ്റ് എനർജി വലിച്ചെടുക്കാൻ കഴിയുന്നതും ഈ ക്ലോറോഫിൽ എക്കാണ്. അതുകൊണ്ട് യൂണിവേഴ്സൽ പിഗ്മെന്റ് എന്നും ക്ലോറോഫിൽ എന്നെ വിളിക്കാറുണ്ട്. മറ്റുള്ള പിഗ്മെന്റ്സ് എല്ലാം ലൈറ്റ് എനർജി വലിച്ചെടുക്കുന്നുവെങ്കിലും അത് ക്ലോറോഫിൽ എ മോളിക്യൂൾസിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, കൈമാറ്റം ചെയ്യുകയാണ്. ഇൻ PS1 ദ റിയാക്ഷൻ സെന്റർ chlorophyll A has an absorption peak at 700 nanometer, while in PS2 it has absorption maxima at 680 nanometer and is called P680. ഓരോന്നിനെയും P700 എന്നും P680 എന്നും വിളിക്കുന്നത് അത്തരത്തിലുള്ള വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ്. രണ്ട് ഫോട്ടോ സിസ്റ്റത്തെ ബന്ധപ്പെടുത്തിയുള്ള ഇലക്ട്രോൺ ഒഴുക്ക് അടുത്ത ഒരു ചിത്രത്തിൽ കാണാൻ കഴിയും. കൂടാതെ ATP NADPHന്റെ ഉൽപാദനം ജലം പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്നതും കാണാൻ കഴിയുന്നു. ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഹൗ ഡു ഇലക്ട്രോൺ ഫ്ലോസ് ആൻഡ് കണക്ട് ടു ഫോട്ടോ സിസ്റ്റംസ്? ഇവിടെ ഒരു നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ സെഡ് സ്കീം ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2. മറ്റൊന്ന് വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സും ഇവിടെ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതും NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള സൈറ്റുകൾ പ്രത്യേകമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന റീജിയൻസും LHC ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, പ്രകാശമൊന്ന് ഇലകളിൽ പതിക്കുമ്പോൾ ക്ലോറോഫിൽ എയിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസിനെ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്വീകരിക്കുന്നു. അങ്ങനെ
ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ഫോട്ടോ സിസ്റ്റം 1 LHCയിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുന്നുണ്ട്. ഇനി സ്വമേധയാ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ സിസ്റ്റം 1 നിന്ന് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് എത്തുന്നത് NADPയിലേക്കാണ്. അങ്ങനെ NADPനെ റിഡ്യൂസ് ചെയ്ത് NADPH ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് PS1 ഈസ് കോമ്പൻസേറ്റഡ് ബൈ ഇലക്ട്രോൺസ് കമ്മിങ് ഫ്രം PS2 എന്നാണ് പറയുന്നത്. അതായത് PS1ന്റെ ഇലക്ട്രോൺ നഷ്ടം പരിഹരിക്കുന്നത് PS2ൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ആണ്. ഇനി PS2ലെ ഇലക്ട്രോൺ നഷ്ടം പരിഹരിക്കുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ PS2ൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത് പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സിലൂടെ ഇലക്ട്രോൺസ് പ്രോട്ടോൺസും ഉണ്ടാകുന്നു. ആ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാകുമ്പോൾ കൂടെ ഓക്സിജൻ ബൈ പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ആണ് ഫോട്ടോ സിസ്റ്റം 2ന്റെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലേക്ക് പോകുന്നത്. ഇതൊരു സെഡ് സ്കീമാണ്. എന്താണ് സെഡ് സ്കീം എന്നതുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്? അതായത് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത് അപ്പ് ഹിൽ ഡൗൺ ഹിൽ അപ്പ് ഹിൽ ഡൗൺ ഹിൽ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതൊരു സെഡ് ഷേപ്പിലുള്ള ഒരു ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ സെഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. ഇലക്ട്രോൺ ഫ്ലോ വളരെ കൃത്യമായി കാണുന്നുണ്ട്. ഇലക്ട്രോൺസ് പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തുന്നില്ല. അതുകൊണ്ട് ഇതിനെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുക. ഇവിടെ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ സെഡ് സ്കീമിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ATP, NADPH, അതുപോലെ O2 എവല്യൂഷൻ, ഇത്തരം കാര്യങ്ങൾ ഇതിൽ പ്രത്യേകമായി കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊന്ന് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിക്കുന്നത് എങ്ങനെ? ഫോട്ടോളിസിസ്. It is the splitting of water into H+, oxygen and electrons in the presence of light, and these electrons are available to PS2. തൊട്ട് മുൻപ് പറഞ്ഞു കഴിഞ്ഞു, PS2ന്റെ ഇലക്ട്രോൺ നഷ്ടം പരിഹരിക്കുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസ് ആണ്. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ ഓഫ് തൈലാക്കോയിഡ്. അപ്പോൾ തൈലാക്കോയിഡിന്റെ ഉള്ളിൽ ആണ് ഇത്തരം പ്രക്രിയ നടക്കുന്നത്. ഓക്സിജൻ റിലീസ്ഡ് ഈസ് ദ വൺ ഓഫ് ദ നെറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ഓക്സിജൻ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ്റെ പ്രത്യേകത, അതായത് ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് പുറപ്പെട്ടത് അവിടെ തിരിച്ചെത്തുകയാണ്. ഇവിടെ ഒരു ഫോട്ടോ സിസ്റ്റം മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ട്രോൺസ് PS1ന്റെ, അതായത് ഇലക്ട്രോൺസ് ക്ലോറോഫിലിൽ നിന്ന് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് എത്തി അത് തിരിച്ച് മറ്റുള്ള ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ വീണ്ടും ക്ലോറോഫിൽ എയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ P700ലേക്ക് തിരിച്ചെത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുന്നു. ഇതിനെ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുക. ലൈറ്റിന്റെ പ്രസൻസിലാണ്, സൈക്ലിക് മാനറിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിനെ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് വിച്ച് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈസ് നെയ്മഡ് ഫോസ്ഫോറിലേഷൻ. ഇലക്ട്രോൺ ഇൻ സൈക്ലിക് പ്രോസസ്. വെൻ only PS1 is functional, the cyclic flow of electrons within photosystem and phosphorylation occurs in the stroma lamella. Cyclic photophosphorylation also occurs when only light of wavelength beyond 680 nanometer are available for excitation, that is at 700 nanometer. ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും സ്ട്രോമ ലമലയിൽ വെച്ചാണ്. റിസൾട്ട് ഓഫ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ പ്രത്യേകത. ഓക്സിജൻ എവല്യൂഷൻ നടക്കുന്നതേയില്ല. ഇനി LHC എവിടെയാണ് വരുന്നത് എന്ന് നോക്കാലോ. അതായത് വേർ ഡസ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് വർക്ക്സ് ഫോർ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് പ്രോസസ്. The membrane of lamella of grana have both PS1 and PS2, so non-cyclic process occurs.
The stromal lamellar membrane lack PS2 as well as NADP reductase enzyme. So, cyclic process occurs. സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായിട്ട് നോക്കുക. സൈക്ലിക്കിൽ ഇലക്ട്രോൺ ട്രാവൽസ് ഇൻ സൈക്ലിക് മാനർ, നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോൺ ട്രാവൽസ് ഇൻ നോൺ സൈക്ലിക് മാനർ. എനർജി റിച്ച് മോളിക്യൂൾ ATP is produced. നോൺ സൈക്ലിക്കിൽ energy rich molecules like ATP and NADPH2 are formed. Photolysis does not occur. ഇത് സൈക്ലിക്കിലാണ്. നോൺ സൈക്ലിക്കിൽ ഫോട്ടോളിസിസ് occurs. Only PS1 is functional. ഇത് സൈക്ലിക്കിലാണ്. നോൺ സൈക്ലിക്കിൽ PS1 and PS2 are involved. പ്രത്യേകമായിട്ട് ഈ പറയുന്ന ഡിഫറൻസ് നോക്കി വെക്കേണ്ടതാണ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇവിടെ ATP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്നു. ഇറ്റ് ഈസ് ദ ATP സിന്തസിസ് ലിങ്ക്ഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് എ മെംബ്രെയിൻ. ഈ പിക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പിക്ചറിൽ ഒരു തൈലാക്കോഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ PS2 കാണിക്കുന്നു, ഇലക്ട്രോൺ കാരിയേഴ്സ് കാണിക്കുന്നു, PS1 കാണിക്കുന്നു. ഒരു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ചിത്രത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാനും സാധിക്കും. ക്ലോറോപ്ലാസ്റ്റിലെ തൈലാക്കോയ്ഡ് ലൂമനിലും സ്ട്രോമയിലുമുള്ള പ്രോട്ടോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് പ്രോട്ടോൺ ഗ്രേഡിയൻസ്. അതായത് പ്രോട്ടോണിൻ്റെ കൂടുതലും കുറവും തൈലാക്കോയ്ഡ് ലൂമനിലും സ്ട്രോമയിലും വരികയാണെങ്കിൽ അതാണ് പ്രോട്ടോൺ ഗ്രേഡിയൻസ് എന്ന് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായി കാണാം. ഇൻ ക്ലോറോപ്ലാസ്റ്റ് the proton accumulation is towards the inner side of the membrane, that is in the lumen. In respiration, proton accumulate in the intermembrane space of mitochondria when electrons moves through ETS. ശരിക്കും റെസ്പിറേഷനിലേത് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ലൂമനിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുകയും സ്ട്രോമ സൈഡിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറയുന്ന ഒരു സാഹചര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ ഫ്ലോ ലൂമനിൽ നിന്ന് സ്ട്രോമയിലേക്ക് നടക്കുകയാണ്. ദ പ്രോട്ടോൺ ഗ്രേഡിയൻ ഡെവലപ്സ് ഡ്യൂ ടു സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായി പ്രോട്ടോൺസ് ലൂമൻ സൈഡിൽ നിറയുകയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഫോട്ടോ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രോട്ടോൺസ് മെംബ്രെയിൻ ക്രോസ് ചെയ്ത് ലൂമൻ സൈഡിലേക്ക് എത്തുകയാണ്. മറ്റൊരു കാര്യം, NADP റിഡക്റ്റേസ് എൻസൈം സ്ട്രോമ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സ്ട്രോമ സൈഡിൽ നിന്ന് പ്രോട്ടോൺസ് മാറ്റപ്പെടുന്ന സമയത്ത് അത് ഈ പറയുന്ന ലൂമൻ സൈഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടോണുകൾ ലൂമൻ സൈഡിൽ കുമിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായി പ്രോട്ടോൺ ഗ്രേഡിയൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇൻ ക്ലോറോപ്ലാസ്റ്റ് protons in the stroma decrease in number while in lumen there is accumulation of protons. This creates a proton gradient across the thylakoid membrane. The gradient is broken down due to the movement of protons across the membrane to stroma through transmembrane channel of F0 of the ATP. ശരിക്കും പ്രോട്ടോൺ ചാനലിലൂടെ ഈ പ്രോട്ടോൺസ് സ്ട്രോമ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. ATPase has a channel that allows the diffusion of protons back across the membrane. This releases enough energy to activate ATPase enzyme that catalyze the formation of ATP. ഇങ്ങനെയുള്ള പ്രോട്ടോൺ ഫ്ലോ നടക്കുന്ന സമയത്ത് ഇവിടെ ATP എൻസൈംസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ATPയുടെ ഫോർമേഷനെ അത് കാറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, കാൽവിൻ സൈക്കിൾ. C3 പാത്വേ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ചെടികൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സ്ട്രോമയിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് C3 സൈക്കിൾ. ദ സ്റ്റഡീസ് ഷോഡ് ദാറ്റ് acceptor molecule was a 5-carbon sugar, ribulose bisphosphate, RUBP, in Calvin cycle. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് വിളിക്കുന്നത് RUBP ആണ്. അങ്ങനെയാണെങ്കിൽ കാൽവിൻ സൈക്കിളിലെ 3 സ്റ്റെപ്പുകൾ ഏതെല്ലാമാണ്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ.
ഇവിടെ ഈ കാൽവിൻ സൈക്കിളിൻ്റെ പിക്ചർ കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിൽ കാർബോക്സിലേഷൻ്റെ ഭാഗമായി 3PGA എന്ന പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 3PGA ഉണ്ടായിക്കഴിഞ്ഞാൽ റിഡക്ഷൻ സ്റ്റെപ്പിൽ ട്രയോസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുകയാണ്. അവിടെ ATPയും NADPHും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ട്രയോസ് ഫോസ്ഫേറ്റിലെ കുറച്ച് മോളിക്യൂൾസ് സൂക്രോസ് സ്റ്റാർച്ചിലേക്ക് നീങ്ങുകയാണ്, അല്ലെങ്കിൽ ഫോർമേഷന് സഹായിക്കുകയാണ്. ബാക്കിയുള്ള മോളിക്യൂൾസ് RUBP റീജനറേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അവിടെയും ATP യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാൽവിൻ സൈക്കിളിലെ ചുരുക്കി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിലൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ ഫിക്സ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകുന്നില്ല. 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ ഫിക്സ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതിനർത്ഥം ഇവിടെ 18 ATPയും 12 NADPH മോളിക്യൂൾസും യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. റുബിസ്കോ എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നൊരു എൻസൈം, അതിൻ്റെ പ്രസൻസിലാണ് ഇവിടെ കാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ RUBP അക്സെപ്റ്റ് ചെയ്ത് റിയാക്ഷൻ നടന്ന് 3PGA ഫോം ചെയ്യുന്നത്, കാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. റിഡക്ഷനിലെ പ്രത്യേകത, ഈ പറയുന്ന 3PGA റിഡ്യൂസ് ചെയ്ത് അവിടെ ട്രയോസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, റീജനറേഷനിൽ ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്ന് RUBP വീണ്ടും റീജനറേറ്റ് ചെയ്യുകയാണ്. ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ കാൽവിൻ സൈക്കിളിൽ ഫിക്സ് ചെയ്യപ്പെടുമ്പോൾ 3 ATPയും 2 NADPHുമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് 18 ATPയും 12 NADPHും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിനർത്ഥം 6 പ്രാവശ്യം ഈ സൈക്കിള് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് given below are the scientific terms related to photosynthesis. Classify them in appropriate manner in the given table. Rubisco, rice plant, CO2, maize plant, oxaloacetic acid, 3PGA, PEP case. ഇവിടെ C3 പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റുബിസ്കോ, CO2, 3PGA, റൈസ് പ്ലാന്റ്. C4 പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവിടെ റുബിസ്കോയും PEP കേസ് എൻസൈം വരുന്നുണ്ട്, CO2, ഓക്സലോഅസെറ്റിക് ആസിഡ്, മെയ്സ് പ്ലാന്റ് തുടങ്ങിയവ അവിടെ വരുന്നു. നെക്സ്റ്റ്, നെയിം ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് PS1 ആൻഡ് റൈറ്റ് ഇറ്റ്സ് അബ്സോർപ്ഷൻ പീക്ക്. ഇവിടെ അബ്സോർപ്ഷൻ പീക്ക് എന്ന് പറയുന്നത് P700 നാനോമീറ്റർ. നെയിം ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് PS2 ആൻഡ് റൈറ്റ് ഇറ്റ്സ് അബ്സോർപ്ഷൻ പീക്ക്. ഇവിടെ റിയാക്ഷൻ സെൻറ്റർ P680, അബ്സോർപ്ഷൻ പീക്ക് 680 നാനോമീറ്റർ. Explain non-cyclic photophosphorylation giving reasons for the naming of the phenomenon with the help of diagram. ഇവിടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെറ്റ് സ്കീം കാണിക്കുന്ന ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ PS2ഉം PS1ഉം കൃത്യമായിട്ട് കാണിക്കണം. മാത്രമല്ല ഇലക്ട്രോൺ ഫ്ലോ അപ്പ് ഹിൽ ഡൗൺ ഹിൽ എന്ന രീതിയിലുള്ളത് കൃത്യമായിട്ട് വരികയും വേണം. NADPനെ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്ത് NADPH ആയിട്ട് മാറുന്നത്, അതുപോലെ വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സും ഈ ഡയഗ്രത്തിൽ കാണാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. Rubisco is an enzyme that catalyzes 2 entirely different processes. Which are the processes? C3 pathway and photorespiration. In which process chloroplast alone is used as cell organelle? C3 pathway. Label the parts ABCD of the diagram. ഇവിടെ A stroma thylakoid, B grana, C stroma, D starch granule. Next, light reaction involve cyclic and non-cyclic electron transport. Classify the features given below under the above stages of light reaction. ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. Only pigment system 1 is involved. ATP and NADPH are formed. Splitting of water occurs. Only ATP is formed.
അപ്പോൾ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളും നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളും കൃത്യമായി തരംതിരിച്ചിരിക്കുന്നു. കെമിയോസ്മോസിസ് തിയറി ഓഫ് ഫോട്ടോസിന്തസിസ് റിക്വയർസ് എ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോർ ATP സിന്തസിസ് ടു ഒക്കർ. എക്സ്പ്ലെയിൻ എനി 2 events that cause proton gradient. ഒന്നാമത്തേത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് പ്രോട്ടോൺസ് വിത്തിൻ തൈലാക്കോയിഡ് ലൂമൻ. വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സിന്റെ ഭാഗമായി പ്രോട്ടോൺസ് തൈലാക്കോയിഡ് ലൂമനിൽ അടിഞ്ഞുകൂടുന്നു. ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടോൺസ് ആർ റിമൂവ്ഡ് ഫ്രം സ്ട്രോമ ആൻഡ് റിലീസ്ഡ് ഇൻ ടു ലൂമൻ ഓഫ് തൈലാക്കോയിഡ്. റൈറ്റ് ഇനി 4 peculiarities ഓഫ് സെറ്റ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇൻ ലൈറ്റ് റിയാക്ഷൻ. ഇവിടെ 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഒക്കേഴ്സ്, ATP ആൻഡ് NADPH ആർ പ്രൊഡ്യൂസ്ഡ്, 2 photosystems ആർ ഇൻവോൾവ്ഡ്, O2 എവല്യൂഷൻ ടേക്സ് പ്ലേസ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ ക്ലാസ്സിൽ നിന്ന് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളും കുറച്ച് ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാം കൃത്യമായി കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.